100 വരെ പവറായി. ഇപ്പോൾ സാംസങ്ങിൻ്റെ ഹെഡ് ഓഫീസിൽ നിന്ന് എനിക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ വിളിച്ച ഡീറ്റെയിൽസ് ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അപ്ഡേറ്റ് ചെയ്ത് തരാം. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഡിസ്പ്ലേ ലൈൻ ഇഷ്യൂ വന്നിട്ട് ഒരു 2 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സംഭവം എന്താ വെച്ചാൽ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് വന്നിട്ടുള്ളത്. ഏകദേശം 2 ദിവസത്തായിട്ട് ഏകദേശം 12 സാംസങ് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിനോട് സംസാരിച്ചു. ഇവർക്ക് 3 ലെവലാണുള്ളത് കേട്ടോ. ഒന്ന് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്, അതിൻ്റെ മുകളിൽ സൂപ്പർവൈസേഴ്സ്, അതിൻ്റെ മുകളിൽ ഹെഡ് ഓഫീസ്. ഈ ഹെഡ് ഓഫീസിൽ നിന്നാണ് ഇപ്പോൾ കോൾ വന്നത്. ഇത് ലൈന് വന്നവർക്കും സാംസങ് യൂസ് ചെയ്തവരൊക്കെ ഇത് സേവ് ചെയ്ത് വെച്ചോളി, അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് ഡീറ്റെയിൽസ് മനസ്സിലാക്കി വെച്ചോളി. എങ്ങനെയാണ് ഇപ്പോൾ ഒരു ലൈന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാന്നുള്ളതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് പേര് സാംസങ്ങിന് പോസിറ്റീവായിട്ട് ഇത് മാറ്റി കിട്ടും എന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ടും അല്ലാതെ നെഗറ്റീവായിട്ടും ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമൻറ്റിൽ നിന്ന് ഒരുപാട് പേര് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടത്, നമ്മൾ പേഴ്സണലായിട്ട് DM ചോദിച്ചിട്ട് ഒരുപാട് പേര് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് പ്രോസസ്സ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ അടുത്തുള്ള സർവീസ് സെൻ്റർ പോയതിനു ശേഷം ജോബ് റിക്വസ്റ്റ് എന്നൊരു ഫോം ഉണ്ട്. അതായത് ഓൾറെഡി നമ്മൾ ഫോൺ ചെക്ക് ചെയ്തിട്ട് ഫിസിക്കൽ ഡാമേജ് എന്തുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അവരെന്ത് ചെയ്യും, ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കും. എന്നിട്ട് അത് അവരുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ട് ജോബ് റിക്വസ്റ്റ് ഉണ്ടാക്കും. ഈ ജോബ് റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കസ്റ്റമർ കെയർ വിളിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പ്രോപ്പറായിട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ കസ്റ്റമർ കെയർ ടോൾ ഫ്രീ നമ്പർ ഉണ്ടാവും. നിങ്ങൾ സാംസങ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കസ്റ്റമർ കെയർ ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ മതി, നിങ്ങളെ കോൺടാക്ട് പോയിട്ട്. അല്ലെങ്കിൽ ഈ നമ്പർക്ക് എന്ത് ചെയ്യുക, ടോൾ ഫ്രീ ആണ്, വിളിച്ചു നോക്കാം. വിളിച്ചിട്ട് അവരോട് എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുക. അവരെന്തായാലും നിങ്ങൾക്ക് മാറ്റിത്തരാൻ പറ്റില്ല, ഔട്ട് ഓഫ് വാറന്റി ആണെങ്കിൽ എന്തായാലും മാറ്റിത്തരാൻ പറ്റില്ല എന്നേ പറയുള്ളൂ. അപ്പം നമ്മൾ ചെയ്യണം എന്താ വെച്ചാൽ, നമ്മൾ എന്ത് ചെയ്യുക, കൺസ്യൂമർ കോർട്ട് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെയിൽ അയക്കുക. നമ്മൾ എന്ത് ചെയ്യണം, ഫോൺ അപ്ഡേറ്റ് ചെയ്യാൻ നിൽക്കുകയായിരുന്നു, നമുക്ക് ഇത്രയും കാലത്ത് നമ്മൾ സാംസങ് എക്സ്പീരിയൻസ് നല്ലതായിരുന്നു, ഇപ്പോൾ മോശം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഒരു നോർമൽ ആയിട്ടുള്ള മെയിൽ അയക്കുക. മെയിൽ അയക്കേണ്ട ഈ മെയിൽ കേട്ടോ, ഔട്ട് ഓഫ് വാറന്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ റിപ്ലൈ തരും. അപ്പോൾ നമ്മൾ കൺസ്യൂമർ കോർട്ടിൽ കംപ്ലയിൻറ്റ് ചെയ്യുമെന്ന് പറയാം. നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, ടോൾ ഫ്രീ നമ്പർ ഒരുപാട് തവണ വിളിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. നമ്മുടെ ആവശ്യം പോലെ നമ്മൾ വിളിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. എന്നിട്ട് എന്ത് ചെയ്യുക, വിളിച്ചിട്ട് എന്ത് ചെയ്യുക, അവരങ്ങോട്ട് വെറുപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്ക് സൂപ്പർവൈസർ ലെവലിലേക്ക് എത്താൻ പറ്റും. സൂപ്പർവൈസർ ലെവലിൽ നിന്നാണ് നമ്മൾ ഹെഡ് ഓഫീസിലേക്ക് എത്താം. അപ്പോൾ ഷസാമണ്ണൻ വീഡിയോ സ്റ്റോറി ഇട്ടുകൊണ്ട് തന്നെ എനിക്കറിയില്ല എന്താണെന്നുള്ളത്. ഹെഡ് ഓഫീസിൽ നേരെ എനിക്ക് കോൾ വന്നിരുന്നു, ഹെഡ് ഓഫീസിൽ നിന്നാണ് വിളിക്കണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഇൻവോയ്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനി ഫർദർ അപ്ഡേറ്റ് എന്താണെങ്കിലും ഞാൻ നിങ്ങളെ അറിയിക്കാം. ഈ ലൈന് കിട്ടി കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത്രയും ക്യാഷ് മുടക്കിയിട്ടാണ് ഒരു പ്രീമിയം സെക്ടർ ഫോൺ വാങ്ങുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ പൈസക്ക് ഒരു വാല്യൂ കൊടുക്കുന്നത് വേണം. ഇത്രയും കാലം ഞാൻ സാംസങ് ഫാൻ ബോയ് ആണ്, ഇനി ഞാൻ അറിയിക്കട്ടെ എന്തായാലും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അപ്ഡേറ്റ് ഞങ്ങൾ അറിയിക്കണേക്കാരം. ഓക്കെ, ബൈ.